മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം 2024 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും, സൂര്യൻ കർക്കടകം രാശിയിലും, ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും, കേതു കന്നി രാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും. സൂര്യൻ ഓഗസ്റ്റ് 16 കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് 5 വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് 22 തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് 29 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. അങ്ങനെ ബുധൻ ഏകദേശം 24 ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ ഓഗസ്റ്റ് 25 ചിങ്ങത്തിൽ നിന്നും കന്നി രാശിയിലേക്കും, ചൊവ്വ 26 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഓഗസ്റ്റ് 20 ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വയുടെ നക്ഷത്രമായ മകയിരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 9ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. ബുധൻ ഓഗസ്റ്റ് 5 വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഓഗസ്റ്റ് 22 10ാം ഭാവമായ കർക്കടകത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. അവിടെ ഓഗസ്റ്റ് 28 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. ഭാഗ്യസ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും. എങ്കിലും ഓഗസ്റ്റ് 28 ശേഷം സ്ഥിതിഗതികളിൽ നല്ല മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ മാസം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നിലും എടുത്തു ചാടാൻ പാടില്ല. യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. 11ാം ഭാവത്തിൽ ചൊവ്വയുടെ 4ാം ദൃഷ്ടി പതിക്കുന്നത് ലക്ഷറി ഐറ്റംസും മറ്റും വാങ്ങുവാൻ ഇടയാക്കുന്നതായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 10ാം ഭാവത്തിൽ സൂര്യനും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നുണ്ട്. അതായത് ശനി കർക്കടകം രാശിയിൽ നിന്നും 8ാം ഭാവത്തിലും സൂര്യൻ ശനിയുടെ സ്ഥാനത്ത് നിന്നും 6ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. ശനിയും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ്. അതുപോലെ അശുഭഗ്രഹങ്ങളുടെ ശ്രേണിയിലുമാണ് സൂര്യനും ശനിയും. അതുകൊണ്ട് തന്നെ ഈ ഷടാഷ്ടക യോഗം നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് കരിയറിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ആരെയും പിണക്കാൻ പാടില്ല. എല്ലാവരോടും സൗമ്യത പാലിക്കണം. അതുപോലെ ഓഫീസിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ ശ്രമിക്കണം. ധൃതി പിടിക്കാതെ സാവകാശം കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും.
നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ജോബ് ചേഞ്ച് ചെയ്യുവാനും മറ്റും തീരുമാനങ്ങൾ എടുക്കുവാൻ. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എങ്കിലും ഇതിനുവേണ്ടി നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ട് ഇരിക്കണം. ഓഗസ്റ്റ് 16 സൂര്യൻ രാശി മാറി ലാഭസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും. ഇവിടെ സൂര്യൻ ശനിയുമൊത്ത് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7ാം ഭാവാധിപൻ ചൊവ്വയാണ്, നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. 26-ാം തീയതി 9ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികൾ ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ചൊവ്വ 8-ലും 9-ലും അത്ര ശുഭഫലങ്ങൾ നൽകുന്നതല്ല. അതിനാൽ ഏത് കാര്യവും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ. ഈ സമയത്ത് ആവശ്യത്തിലധികം ആരെയും വിശ്വസിക്കുവാൻ പാടില്ല. ലാഭസ്ഥിതികളും ഈ മാസം അത്ര അനുകൂലമായിരിക്കത്തില്ല. അനാവശ്യ ചിലവുകളെല്ലാം തന്നെ ഈ സമയത്ത് ഒഴിവാക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 5ാം ഭാവത്തിൽ തന്നെയാണ്. 5ാം ഭാവത്തിൽ സാധാരണ ശനി ശുഭഫലങ്ങളായിരിക്കില്ല നൽകുന്നത്. എങ്കിലും ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാൽ ശനി ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. പക്ഷേ ശനി ഈ സമയത്ത് വക്രഗതിയിലായതിനാൽ ഫലങ്ങളെല്ലാം തന്നെ താമസിച്ചായിരിക്കും ലഭിക്കുന്നത്. എങ്കിലും നിങ്ങൾ നന്നായി പരിശ്രമം ചെയ്യണം. ഇതിൻ്റെ ഫലങ്ങൾ പിന്നീട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓഗസ്റ്റ് 16-ാം തീയതി വരെ 5ാം ഭാവത്തിൽ ശനിയും സൂര്യനും ചേർന്ന് ഷടാഷ്ടകയോഗം നിർമ്മിക്കുന്നതിനാൽ ഈ സമയത്ത് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കണം. 16-ാം തീയതി സൂര്യൻ രാശി മാറുമ്പോൾ ഷടാഷ്ടകയോഗം അവസാനിക്കുന്നതും നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും പഠനത്തിൽ കേന്ദ്രീകരിക്കുന്നതുമായിരിക്കും. ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും കുട്ടികളെ പോലെ പെരുമാറുന്നതായിരിക്കും. അതിനാൽ ഈ സമയത്ത് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം കാര്യങ്ങളെല്ലാം ചെയ്യുവാനും സംസാരിക്കുവാനും പെരുമാറുവാനും. മാസത്തിൻ്റെ 2ാം പകുതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7ാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7ാം ഭാവാധിപൻ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 26-ാം തീയതി 9ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. 8ഉം 9ഉം ഭാവങ്ങളിൽ ചൊവ്വ അത്ര ശുഭഫലങ്ങളായിരിക്കത്തില്ല നൽകുന്നത്. അതിനാൽ ഈ സമയത്ത് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റും ചെയ്തു വേണം സമയം ചിലവഴിക്കുവാൻ. അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്ക് തർക്കങ്ങളോ മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ്റെ സ്ഥിതി നല്ലതായിരിക്കുമെങ്കിലും ചൊവ്വ ആദ്യം 8ാം ഭാവത്തിലും പിന്നീട് 9ാം ഭാവത്തിലും നിൽക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. കൂടാതെ ശുക്രൻ 25-ാം തീയതി നീചസ്ഥാനവും 12ാം ഭാവവുമായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുമ്പോൾ ആശുപത്രി ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ വക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. ഇതാണ് തുലാം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.